നമസ്കാരം കൂട്ടുകാരെ, ഹാപ്പി ഡേയ്സ് യു കെ ഫാമിലി വ്ളോഗ്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഹൗ ടു എക്സ്റ്റെൻഡ് ഡിപ്പെൻഡൻറ്റ് വിസ എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഞാനതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആക്ച്വലി ഒരു UKVA അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് നമുക്ക് വേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്പോർട്ട്, ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ. അപ്പോൾ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് ചൈൽഡ് വിസയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ക്രിയേറ്റിന് അക്കൗണ്ട് കൊടുക്കുക. എന്നിട്ട് ഹൂ ആർ യു ക്രിയേറ്റിംഗ് ദിസ് അക്കൗണ്ട് ഫോർ എന്ന് ചോദിക്കുന്നുണ്ട്. സമ്മൺ എൽസ് ആണ് അത്. എസ്പെഷ്യലി അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇഫ് യു ആർ പാരൻറ്റ്, നമുക്കത് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഹൂ നീഡ്സ് ആക്സസ് ടു ദർ അക്കൗണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അതിനകത്ത് ഓൺലി മീ, the applicant cannot change the account themselves. അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പുതിയ സിസ്റ്റം അനുസരിച്ച് നമ്മുടെ വിസാസ് എല്ലാം ഡിജിറ്റലൈസ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ടൈപ്പ് ഓഫ് UKVA അക്കൗണ്ട് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇനി അടുത്ത അവരുടെ വാട്ട് ഈസ് ദ നെയിം ആണ് ചോദിക്കുന്നത്. അപ്പം കുഞ്ഞിൻ്റെ നെയിമാണ് നമ്മൾ കൊടുക്കേണ്ടത്, ഫസ്റ്റ് നെയിം ആൻഡ് സർ നെയിം. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം ഏത് കൺട്രിയിൽ നിന്നാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഇന്ത്യ അല്ലെങ്കിൽ നിങ്ങൾ ഏത് കൺട്രിയിൽ നിന്നാണോ അവിടെ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുഞ്ഞിൻ്റെ ബയോമെട്രിക് റെസിഡൻറ്റ് പെർമിറ്റിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിനകത്ത് റെസിഡൻറ്റ് പെർമിറ്റ് നമ്പറുണ്ട്, അത് കൊടുക്കുക. എന്നിട്ട് എക്സ്പയറി ഡേറ്റ് കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം കുഞ്ഞിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിക്കുന്നത്. അതായത് ഡേ, മന്ത് ആൻഡ് ഇയർ കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ കുഞ്ഞിന് അവർക്ക് പ്രത്യേകം അവരുടെ അക്കൗണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അക്കൗണ്ട് മാനേജ് ചെയ്യാൻ വേണ്ടി കൺഫേം ചെയ്യണം. നമ്മൾ ഓതറൈസ്ഡ് പേഴ്സൺ ഒന്ന് കൺഫേം ചെയ്യണം. അതായത് നമ്മുടെ നെയിം, റിലേഷൻഷിപ്പ് ടു ദ ചൈൽഡ്, അത് ചെയ്യണം. അതിനുശേഷം നമുക്ക് അവരുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് പ്രൊവൈഡ് ചെയ്യാം, അത് അപ്ഡേറ്റ് ചെയ്യാം, പിന്നെ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാം. അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ഇമെയിൽ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അവരുടെ സെക്യൂരിറ്റി കോഡായിരിക്കും. ആ സെക്യൂരിറ്റി കോഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫർദർ മൂവ് ചെയ്യാൻ പറ്റൂ. എന്നിട്ട് പിന്നെ നമ്മൾ ഫോൺ നമ്പർ കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്കും സെക്യൂരിറ്റി കോഡ് വരും, അത് കൊടുക്കുക. അതിനുശേഷം ഒരു ഡിക്ലറേഷൻ ഉണ്ട്, അത് ഫുൾ വായിച്ച് നോക്കുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നമ്മൾ UKVA അക്കൗണ്ട് കുഞ്ഞിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളാണ് മാനേജ് ചെയ്യേണ്ടത്, പാരൻസ് ഓർ ലീഗൽ ഗാർഡിയൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നെയിം ആൻഡ് സർ നെയിം കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം റിലേഷൻഷിപ്പ് ടു ദ ചൈൽഡ് കൊടുക്കുക. അത് പാരൻ്റ് ഓർ ലീഗൽ ഗാർഡിയൻ ഓഫ് എ ചൈൽഡ് അണ്ടർ 18 എന്ന ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇപ്പോൾ ഇത്രയും നേരം ഫില്ല് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ വരും, അതൊന്നും കൂടെ റീകൺഫേം ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ നമ്മുടെ പേര്, റിലേഷൻഷിപ്പ് ടു ദ ചൈൽഡ്, അതിനുശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID ആൻഡ് ഫോൺ നമ്പറൊക്കെ കാണിക്കുക. എന്നിട്ട് അതിനുശേഷം ലാസ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ട്, ക്രിയേറ്റ് അക്കൗണ്ട്. അങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ BRP കൊണ്ടുള്ള വെരിഫിക്കേഷനാണ് ചെയ്യുന്നത്. ഏത് ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ് ആണ് സബ്മിറ്റ് ചെയ്ത് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് ആണ് കൊടുക്കേണ്ടത്. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബയോമെട്രിക് റെസിഡൻറ്റ് പെർമിറ്റിൻ്റെ നമ്പർ കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം അത് വാട്ട് ഈസ് യുവർ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൊച്ചിൻ്റെ ഡേറ്റ് ഓഫ് ബർത്താണ് നമ്മൾ കൊടുക്കേണ്ടത്. കൊച്ചിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മളിനി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെ അത് UK വിസയുടെ ഇമിഗ്രേഷൻ ആൻഡ് വിസ പേജിലേക്ക് ഡയറക്റ്റ് ചെയ്യും. അതുകൊണ്ടോ ഈ ഒരു ആപ്ലിക്കേഷൻ ചൂസ് ആൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിത് ഡയറക്റ്റ് ചെയ്യുന്നത് വിസ ആൻഡ് ഇമിഗ്രേഷൻ ഗവൺമെൻറ് ഓഫ് UKയുടെ വെബ്സൈറ്റിലാണ്. അപ്പോൾ നമ്മളിവിടെ വർക്ക് ഇൻ ദ UK എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടില്ലേ. അപ്പോൾ അതിനകത്ത് നമ്മളൊക്കെ വന്നിരിക്കുന്നത് സ്കിൽഡ് വർക്കർ വിസ അണ്ടറിലാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. അത് ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിയുമ്പം അതിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ PBS ഡിപ്പെൻഡൻറ്റ്, അതായത് ചൈൽഡ് അല്ലെങ്കിൽ പാർട്ട്ണർ എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് അപേക്ഷിക്കുന്നത്. അപ്പോൾ ഞാൻ അത് ഡിപ്പെൻഡൻറ്റ് ചൈൽഡ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തു. ടു എക്സ്റ്റെൻഡ് വിസ അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ചൂസ് ചെയ്തത്. എനിക്കൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഇമിഗ്രേഷൻ അതായത് ക്വയറീസൊക്കെ ചോദിക്കുന്നവരെ വിളിച്ചാണ് അവരോട് ചോദിച്ചതിന് ശേഷം കൺഫേം ചെയ്താണ് ആ ഓപ്ഷൻ ചൂസ് ചെയ്തത് കേട്ടോ.
അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡിപ്പെൻഡൻറ്റ് ചൈൽഡ് ആണ് എന്ന ഈ ഒരു ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ ഞെക്കുക. അതിനുശേഷം അപ്ലൈ ആസ് എ ഡിപ്പെൻഡൻറ്റ് ചൈൽഡ് എന്ന് പറഞ്ഞൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൻ്റെ അണ്ടറിൽ ഒരു 5 മെയിൻ ടോപ്പിക്സ് ഉണ്ട്. അതിൻ്റെ അണ്ടറിൽ സ്മോൾ സബ് ടോപ്പിക്സ് ആയിട്ടുണ്ട്. അത് നമ്മൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കാണാമല്ലോ, ഇവിടെ സ്ക്രോൾ ഡൗൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ അപ്ലൈസ് ടു ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെന്ന് പറയുന്നുണ്ട്. ടു ലിങ്ക് യുവർ ആപ്ലിക്കേഷൻ യു വിൽ നീഡ് യുവർ പാരൻസ്, അതായത് പാസ്പോർട്ട്, ട്രാവൽ ഡോക്യുമെൻറ്റ്, UK വർക്ക് വിസ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ ഹാസ് വൺ ഓഫ് യുവർ പാരൻസ് ഓർ ലീഗൽ ഗാർഡിയൻസ് അപ്ലൈ ടു വർക്ക് ഓർ സ്റ്റഡി ഇൻ ദി UK. അപ്പോൾ അതിൻ്റെ ആൻസർ യെസ് എന്നാണ്. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം വാസ് യുവർ പാരൻറ്റ് ഓർ ഗാർഡിയൻ ഇൻ ദ UK വെൻ ദേ അപ്ലൈഡ് എന്ന് ചോദിക്കുന്നുണ്ട്. അതും യെസ് ആണ്. എന്നിട്ട് യെസ് കൊടുക്കുക. പിന്നെ ചോദിക്കുന്നത് വാട്ട് വിസ ഹാവ് ദേ അപ്ലൈഡ് ഫോർ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് അണ്ടറിൽ നമ്മൾ സ്കിൽഡ് വർക്ക് റൂട്ടിൽ വന്നതുകൊണ്ട് നമ്മൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഹാസ് യുവർ പാരൻ്റ് ഓർ ലീഗൽ ഗാർഡിയൻ ബീൻ ഇൻഫോംഡ് ദേ ആർ എലിജിബിൾ ഫോർ എ ഹെൽത്ത് ആൻഡ് കെയർ വിസ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എലിജിബിൾ ആണ്. നമ്മുടെ COSൻ്റെ അകത്ത് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അതായത് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഉള്ള COSനകത്ത് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ എസ് കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ ചെക്ക് യുവർ ആൻസർ സെക്ഷനാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫില്ല് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അത് ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് പിന്നെ കണ്ടിന്യൂ കൊടുക്കുക. നെക്സ്റ്റ് സെക്ഷൻ കൺഫേം യുവർ ഐഡൻറ്റിറ്റി ആണ്. അപ്പോൾ നമുക്കത് യൂസിങ് ദ ആപ്പ് വഴിയും ചെയ്യാം, അല്ലെങ്കിൽ ഗോയിങ് ടു എ വിസ സെൻറ്റർ അങ്ങനെയും ചെയ്യാം. അപ്പം ആപ്പ് വഴി ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ് വേണം, അതായത് നമ്മുടെ BRP, പിന്നെ ഒരു iPhone 7 അതിന് മുകളിലോട്ട്, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോൺ വേണ്ടതാണ്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് വിസ സെൻറ്ററിൽ നേരിട്ട് പോയി അപ്പോയിൻമെൻ്റ് എടുത്ത് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ചെക്ക് യു ഹാവ് ദ റൈറ്റ് സ്മാർട്ട് ഫോൺ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞേക്കുന്ന 2 ഫോണാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡു യു ഹാവ് ആക്സസ് ടു വൺ ഓഫ് ദീസ് ഫോൺസ് ചോദിക്കുമ്പോൾ യെസ് എന്ന് കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ഓൺ ദ ആപ്പ്. അപ്പോൾ നമ്മൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. നമ്മുടെ ആപ്പിളിൻ്റേതാണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നും, പിന്നെ ആൻഡ്രോയിഡ് ആണെങ്കിൽ ഗൂഗിൾ പ്ലേയിൽ നിന്നും നമ്മളത് ആപ്പിൽ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് കണക്ട് ദ ആപ്പ് ടു യുവർ അക്കൗണ്ട്. അപ്പം അത് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതൊരു കോഡ് പറയും. അപ്പോൾ അത് ജസ്റ്റ് കോഡുണ്ട്, സ്കാനും നമുക്ക് ചെയ്യാം. അപ്പം ഏതാണോ നിങ്ങൾക്ക് കൺവീനിയൻറ്റ് അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ആപ്പിനാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ ഓൾറെഡി ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മൊബൈലിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് മൊബൈൽ യൂസ് ചെയ്തിട്ടാണ് പിന്നീടുള്ള കുറച്ച് സെക്ഷൻസ്, അതായത് ആപ്പ് വെച്ച് നമ്മുടെ BRP ഒക്കെ സ്കാൻ ചെയ്യുന്ന എല്ലാ പ്രോസസ്സും ഞാൻ മൊബൈൽ വെച്ചാണ് ചെയ്തത്. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഞാൻ പിന്നെയും ലാപ്പിലേക്ക് തിരിച്ചു വന്ന് പിന്നെ എൻ്റെ ഫർദർ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, അപ്പോൾ അവിടെ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒന്നല്ലെങ്കിൽ കണക്ഷൻ കോഡ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ ബാർകോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ഫോൺ ഉപയോഗിച്ച് നമ്മുടെ BRP കാർഡ് സ്കാൻ ചെയ്യുമ്പോൾ അവരവിടെ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ച് തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ വൺസ് നമ്മൾ ആപ്പ് ഉപയോഗിച്ച എല്ലാ കാര്യങ്ങളും സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പിന്നെയും ഒന്നുകൂടെ നമ്മുടെ അതർ ഡിവൈസിൽ നമ്മൾ സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ BRP കാർഡ് അതിൻ്റെ നമ്പർ യൂസ് ചെയ്ത് നമ്മൾ സൈൻ ചെയ്യുക. അതിനുശേഷം അവരവിടെ കാണിക്കും നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റേഷൻ ഓൾറെഡി സബ്മിറ്റ് ആയിട്ടുണ്ടെന്ന്. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഫാമിലി മെമ്പറിനെ ആഡ് ചെയ്യുന്നുണ്ടോ ഈ ആപ്ലിക്കേഷൻ ചോദിക്കുന്നത്. അപ്പം അത് ഇല്ലെന്ന് കൊടുക്കുക, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ലെന്ന് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും കൂടെ ഒന്നുകൂടെ റീകൺഫേം ചെയ്യാൻ പറയും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് റീകൺഫേം ചെയ്യാം. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് യുവർ അഡ്രസ്സ് ആണ്. അപ്പോൾ നമ്മുടെ പോസ്റ്റ് കോഡ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അഡ്രസ്സ് വരും. അപ്പോൾ അതുകൂടെ സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ ഇനി ഏതാ നെയിംസ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കുക. യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. പിന്നെ അടുത്ത സെക്ഷനിൽ യുവർ ഐഡൻറ്റിറ്റി കാർഡാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറഞ്ഞാൽ പാസ്പോർട്ടാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, അതിൻ്റെ ഇഷ്യൂയിങ് അതോറിറ്റി, ഇഷ്യൂ ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് എന്നതൊക്കെ കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക.
അതിനുശേഷം ഈ ഒരു ഐഡൻറ്റി കാർഡാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡു യു ഹാവ് വാലിഡ് നാഷണൽ ഐഡൻറ്റി കാർഡ്, അപ്പോൾ ഞാൻ നോ എന്നാണ് കൊടുത്തത്. ഈ ഒരു അതർ നാഷണാലിറ്റീസ് ചോദിക്കുന്നു, നോ എന്ന് കൊടുക്കുക. പിന്നെ അതിനകത്ത് പിന്നെ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ചെക്ക് ചെയ്യുക, ആൻസേഴ്സ് എന്ന് പറഞ്ഞ് ഒന്നുകൂടെ വരും. അപ്പോൾ അത് കൺഫേം ചെയ്ത് കഴിയുമ്പോൾ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞത് കാണിക്കും. ഇനി അടുത്തത് ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ലൊക്കേഷനാണ് ചോദിക്കുന്നത് ഫസ്റ്റ്. അത് ചോദിക്കുമ്പം നമുക്ക് യുണൈറ്റഡ് കിങ്ഡം എന്ന് കൊടുക്കുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ അത് അവിടെ കംപ്ലീറ്റഡ് ആയിട്ട് കാണിക്കും. പിന്നെ അടുത്തത് ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ആണ്. ഇമിഗ്രേഷൻ സ്റ്റാറ്റസ്, ഡു ഹാവ് എ കറണ്ട് UK വിസ, എൻട്രി ക്ലിയറൻസ് ഓർ ഗ്രാൻഡ് ഓഫ് ലീവ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എസ് എന്ന് കൊടുക്കുക. പിന്നെ വാട്ട് UK വിസ, എൻട്രി ക്ലിയറൻസ് ഓർ ഗ്രാൻഡ് ഓഫ് ലീവ് ഡു യു ഹാവ് എന്ന് ചോദിക്കുന്നുണ്ട്. ഡിപെൻഡൻറ്റ് ലീവ് ടു റിമെയിൻ ഓർ എൻറ്റർ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഓഫീസ് ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഇപ്പോൾ നിലവിലുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ലെന്ന് കൊടുക്കുക, നോ എന്ന് കൊടുക്കുക, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഒന്നുകൂടെ ചെക്ക് യുവർ ആൻസേഴ്സ് എന്ന് പറഞ്ഞ് വരും. അപ്പോൾ അത് കൺഫേം ആക്കിയിട്ട് പിന്നെ കൊടുക്കുക. പിന്നെ സെക്സ് എന്ന് ചോദിക്കുമ്പോൾ ഏതാണ് സെക്സ്, മെയിലാണ് ഫീമെയിൽ കൊടുക്കുക. പിന്നെ കൺട്രി ഓഫ് ബർത്ത്, അപ്പോൾ ഇന്ത്യയാണ്, അപ്പോൾ അത് ഇന്ത്യ കൊടുക്കുക. പിന്നെ പാസ്പോർട്ട് നമ്പർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ എല്ലാ കാര്യങ്ങളും കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കൊടുത്ത അഡ്രസ്സ് തന്നെയാണ് നിങ്ങൾ താമസിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എസ് എന്ന് കൊടുക്കുക. പിന്നെ അബൌട്ട് യുവർ ഹോം എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഓണാണോ റെൻ്റാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആപ്ലിക്കബിൾ നിങ്ങൾ കൊടുക്കുക. പിന്നെ പ്രീവിയസ് അഡ്രസ് ഹിസ്റ്ററി ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രീവിയസ്ലി എവിടെയാണ് താമസിച്ചത് ഇതും കൂടെ കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒന്നുകൂടെ ചെക്ക് യുവർ ആൻസേഴ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നതൊക്കെ കറക്റ്റാണെന്ന് നോക്കിയിട്ട് ഒന്നുകൂടെ കൺഫേം ചെയ്ത് പിന്നെ കണ്ടിന്യൂ കൊടുക്കുക. യുവർ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ആണ് അടുത്ത ചോദ്യം. അപ്പോൾ നോ ഐ എം സിംഗിൾ എന്ന് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. യുവർ പ്രീവിയസ് റിലേഷൻഷിപ്സ് നോ എന്ന് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. യുവർ പാരൻസ് ഡീറ്റെയിൽസ് ആണ് അടുത്തത്. ക്യാൻ യു പ്രൊവൈഡ് ഡീറ്റെയിൽസ് അബൌട്ട് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് യുവർ പാരൻസ്, യെസ് കൊടുക്കുക. മദറിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ടൈറ്റിൽ, ഗിവൺ നെയിം, സർ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, കൺട്രി ഓഫ് നാഷണാലിറ്റി, ഹാവ് ദേ ഹാഡ് എ സെയിം നാഷണാലിറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യെസ് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. അത് കഴിയുമ്പോൾ ചോദിക്കുന്നത് ക്യാൻ യു പ്രൊവൈഡ് ഡീറ്റെയിൽസ് അബൌട്ട് യുവർ അതർ പാരൻറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യെസ് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ സെക്കൻഡ് പാരൻറ്റ് ആരാന്ന് വെച്ചാൽ ഫാദർ കൊടുക്കുക. ടൈറ്റിൽസ്, ഗിവൺ നെയിം, സർ നെയിം, ദെൻ ഡേറ്റ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി, ദെൻ ഹാവ് ദേ ഹാഡ് സെയിം നാഷണാലിറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യെസ് കൊടുക്കുക. അതിനുശേഷം ഡു യു ഹാവ് എനി അഡീഷണൽ പാരൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നോ കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം ഹു ഹാസ് പാരൻ്റൽ റെസ്പോൺസിബിലിറ്റി, അപ്പം നമ്മുടെ ഫാദറിൻ്റെയും മദറിൻ്റെയും പേര് അവിടെ വരും. അപ്പോൾ രണ്ട് ബോക്സിലും ടിക്ക് കൊടുക്കുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അടുത്തായി അവർ ചോദിക്കുന്നത് ഫാദറിനാണോ മദറിനാണോ സ്കിൽഡ് വർക്കർ വിസ ഉള്ളതെന്നാണ്. അപ്പോൾ ആർക്കാണോ അതുള്ളത് അവരുടെ പേര് ചൂസ് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം അവർ ചോദിക്കുന്നത് ഡസ് മദർ ഓൾറെഡി ഹാവ് ദ സ്കിൽഡ് വർക്കർ വിസ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എസ് കൊടുക്കുക. പിന്നെ ഡു യു ഹാവ് ദർ UAN നമ്പർ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എസ് കൊടുക്കുക. എന്നിട്ട് പിന്നെ പാസ്പോർട്ട് നമ്പർ കൊടുക്കുക, യുണീക്ക് ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഹാവ് യു ഫോംഡ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഫാമിലി യൂണിറ്റ് ഓർ ആർ യു ലിവിങ് ഇൻ ഇൻഡിപെൻഡൻറ്റ് ലൈഫ് ചോദിക്കുന്നത്. നോ കൊടുത്തു. ഹു ഡു യു ആപ്ലിക്കൻ ലിവ് നോ എന്ന് ചോദിക്കുന്നു. ഇത് പാരൻസിൻ്റെ പേരുണ്ടാവും, അപ്പോൾ അത് ചൂസ് ചെയ്യുക. പിന്നെ വിൽ യു സ്റ്റേ എനിവർ എൽസ് ഇൻ ദ UK ചോദിക്കുന്നുണ്ട്. അപ്പോൾ നോ എന്ന് കൊടുക്കുക. ആർ യു കറൻ്റ്ലി സ്റ്റഡിങ് അറ്റ് സ്കൂൾ ഓർ കോളേജ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞ് ചെറുതായതുകൊണ്ട് നോ എന്ന് കൊടുത്തു, കണ്ടിന്യൂ കൊടുത്തു. ഡു ഹാവ് എനി അതർ ഫാമിലി മെമ്പേഴ്സ് ഇൻ ദ UK എന്ന് ചോദിക്കുന്നുണ്ട്. യെസ് കൊടുത്തു. പിന്നെ വാട്ട് ഈസ് ദ ഫസ്റ്റ് ഫാമിലി മെമ്പേഴ്സ് നെയിം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗിവൺ നെയിം, സർ നെയിം കൊടുക്കുക. എന്നിട്ട് റിലേഷൻഷിപ്പ് കൊടുക്കുക. അപ്പോൾ ബ്രദറാണ്, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം ഹാവ് ദേ ഹാവ് ഇൻഡിപെൻഡൻറ്റ് ഫാമിലി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അത് നോ എന്ന് കൊടുക്കുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ വാട്ട് ഈസ് ബ്രദേഴ്സ് കൺട്രി ഓഫ് നാഷണാലിറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുഞ്ഞായതുകൊണ്ട് യുണൈറ്റഡ് കിങ്ഡം എന്ന് കൊടുത്തു. വാട്ട് ഈസ് ബ്രദേഴ്സ് UK ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് കൊടുക്കുക. പെർമനൻ്റ്ലി ലീവ് ചെയ്യുന്ന കൊടുക്കുക. ഡു യു നീഡ് ടു ആഡ് എനി അതർ ഫാമിലി മെമ്പേഴ്സിന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നോ എന്ന് കൊടുക്കുക. ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും കൂടെ കൊടുക്കുക. അതിനുശേഷം പിന്നെ ഒന്നുകൂടെ നമ്മുടെ ആൻസേഴ്സ് ചെക്ക് ചെയ്യാനുള്ള സമയമാണ്. എന്നിട്ട് ആൻസേഴ്സ് ചെക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ടൈം പീരീഡ് ഡസ് മദേഴ്സ് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് കവർ. അത് 3 year ഓർ ലെസ് എന്നുണ്ട് ഓപ്ഷൻ, അല്ലെങ്കിൽ മോർ ദാൻ 3 years ഉണ്ട്. അപ്പോൾ അത് ഏതാണോ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ അത് ചൂസ് ചെയ്യുക. ഞാൻ 3 year ലെസ് ആണ് കൊടുത്തത്. പിന്നെ മദേഴ്സ് ജോബ് ഉണ്ട് ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെ ഉണ്ട്. അപ്പോൾ എസ് കൊടുക്കുക. ഹൗ ലോങ് ഹാവ് യു ലിവ്ഡ് ഇൻ ദ UK, അത് ചൈൽഡിനെ കുറിച്ചാണ്. അപ്പോൾ കുഞ്ഞിന് 2 years ഉള്ളൂ. അപ്പോൾ 2 years എന്ന് കൊടുക്കുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ ടൈം സ്പെൻഡ് ഔട്ട്സൈഡ് ദി UK ചോദിക്കുന്നുണ്ട്. സിൻസ് യു സ്റ്റാർട്ടഡ് ലിവിങ് ഇൻ ദി UK ഹാവ് യു ഗോൺ ടു എനി അതർ കൺട്രി, ട്രാവൽ ടു അതർ കൺട്രി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് 0 ആണ് ഞാൻ കൊടുത്തത്, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം അവർ ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
വേൾഡ് ട്രാവൽ ഹിസ്റ്ററി. ഹാവ് യു ബീൻ ടു എനി അതർ കൺട്രി ഇൻ ദ പാസ്റ്റ് 10 years? അതായത് ഡു നോട്ട് ഇൻക്ലൂഡ് വിസിറ്റ് ടു UK, USA, കാനഡ, ഓസ്ട്രേലിയ എന്നുള്ളത്. അപ്പോൾ ഞാൻ നോയാണ് കൊടുത്തത്. കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇൻ ദ UK. ഡിഡ് യു റിസീവ് എനി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇൻ ദ UK എന്ന് ചോദിക്കുന്നു. അപ്പം കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് പോകാറുണ്ടല്ലോ, അപ്പോൾ യെസ് കൊടുത്തു. എന്നിട്ട് കണ്ടിന്യൂ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വേർ യു ടോൾഡ് ദാറ്റ് യു ഹാഡ് ടു പേ ദ ഹോസ്പിറ്റൽ, ക്ലിനിക് ഓർ ഡോക്ടർ സർജറി ഫോർ യുവർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, അത് ചോദിക്കുന്നുണ്ട്. ദിസ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനതിൻ്റെ ആൻസർ നോ എന്നാണ് കൊടുത്തത്. അതിനുശേഷം കണ്ടിന്യൂ കൊടുത്തു. പിന്നെ അവർ ചോദിക്കുന്ന ഡീറ്റെയിൽസ് ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് ചോദിക്കുന്നത്. അപ്പം ഏത് സർജറിയിലാണ് നമ്മൾ പോയത്, അതിൻ്റെ പോസ്റ്റ് കോഡ്, പിന്നെ എപ്പോഴാണ് നമ്മളത് റിസീവ് ചെയ്തത്, എപ്പോഴാണ് നമ്മളവിടെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അത് ഫില്ല് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇനി അത്ര മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ UK റിസീവ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ നോ ആണ് കൊടുക്കേണ്ടത്. പിന്നെ എന്തെങ്കിലും പബ്ലിക് ഫണ്ട്സ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ നോ ആണ്. കാരണം നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വിസയിൽ നമുക്ക് പബ്ലിക് ഫണ്ട്സ് റീകോഴ്സ് ചെയ്യാൻ പറ്റില്ല. നോ റീകോഴ്സ് ടു പബ്ലിക് ഫണ്ട്സ് എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നോ ആണ്. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം ഒരു 3 സെറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കാണിക്കുന്നത്. അത് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ഈ UKVA അക്കൗണ്ട് നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓർത്തിരിക്കണം. നമ്മൾ ഫർദറായിട്ട് നമ്മൾ മറന്നു പോകാൻ പാടില്ല ഈ ആൻസേഴ്സ്. എന്തെങ്കിലും രീതിയിൽ അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ നമുക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യേണ്ടി വന്നാൽ ഈ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുന്നത്, നമ്മൾ തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആ ക്വസ്റ്റ്യൻസ് ഓർത്ത് വെച്ചിരിക്കുക. അതിനുശേഷം നമ്മുടെ ഡിക്ലറേഷനാണ്. പിന്നെ പേയ്മെൻറ്റ്. ചിലർക്ക് ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജും പേ ചെയ്യേണ്ടതായിട്ട് വരും. ചിലർക്ക് വിസ ഫീസ് മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി. ആ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ എവിഡൻസ് അപ്ലോഡാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ അപ്ലോഡ് ചെയ്താൽ മതി. അത് ഓരോ പേഴ്സൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയെന്നനുസരിച്ചായിരിക്കും നമ്മൾ എവിഡൻസ് അപ്ലോഡ് ചെയ്യേണ്ടത്. അത് എന്തൊക്കെ എവിഡൻസാണ് നമ്മൾ അവിടെ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് അവർ ഇൻസ്ട്രക്ഷൻ തരും. അത് മാത്രം നമ്മൾ അപ്ലോഡ് ചെയ്താൽ മതി. ഈ മുന്നത്തെ കഴിഞ്ഞും കുറച്ചുകൂടെ എളുപ്പമാണ് ഇപ്പോഴത്തെ ഒരു വിസ എക്സ്റ്റെൻഡ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം മുന്നേ നമ്മൾ ആസ് ലൈക്ക് നമ്മൾ വിസ, അതായത് സ്റ്റാൻഡേർഡ് വിസ ചെയ്യുമല്ലോ, വിസിറ്റർ വിസയും അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വിസയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിസ ഓഫീസിൽ പോയിട്ട് അവിടെ എല്ലാ ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ്. ഇത് കുറച്ചുകൂടി ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഏതോ 2 ഡോക്യുമെൻറ്റ്സ് മാത്രമേ എനിക്ക് അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇതിന് മുന്നേ നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ. ഇത് ജസ്റ്റ് ഒരു എക്സ്റ്റൻഷൻ മാത്രമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞേക്കുന്ന ഡോക്യുമെൻ്റ് മാത്രം അപ്ലോഡ് ചെയ്തു. ഓക്കെ, അത് ഏതാണെന്ന് ഞാൻ വഴിയെ പറയാം. ഡിക്ലറേഷൻ കൃത്യമായിട്ടെല്ലാം തന്നെ വായിച്ച് നോക്കുക. എന്നിട്ട് ലാസ്റ്റ് വരുമ്പോൾ ഈ 4 ഓപ്ഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഞാൻ ചൂസ് ചെയ്ത് ഐ ആം ദ പാരൻറ്റ് ഓർ ലീഗൽ ഗാർഡിയൻ ഓഫ് ദ ആപ്ലിക്കൻറ്റ് ഹു ഈസ് ഏജ്ഡ് അണ്ടർ 18 ആൻഡ് കംപ്ലീറ്റിംഗ് ആൻഡ് സബ്മിറ്റിംഗ് ദ ഫോം ഓൺ ദർ ബിഹാഫ്. ഈ ഒരു പോയിൻ്റാണ്, ഈ ഒരു ഓപ്ഷനാണ് ഞാൻ ചൂസ് ചെയ്തത്. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫില്ല് ചെയ്ത എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റഡ് എന്ന് കാണിക്കും. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പോലെ. അതിനുശേഷം നമ്മൾ തേർഡ് പാർട്ടി കൺഫർമേഷൻ കൊടുക്കാറുണ്ട്. കാരണം നമ്മൾ കുഞ്ഞിൻ്റെ ബിഹാഫ് നമ്മൾ പാരൻ്റ് ആണല്ലോ ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാനുണ്ട്. ഇതിനുശേഷം നമ്മുടെ തേർഡ് പാർട്ടി ഡിക്ലറേഷൻ ഞാൻ പറഞ്ഞതുപോലെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചൂസ് ചെയ്യേണ്ട ഫാമിലി മെമ്പറാണ്. എന്നിട്ട് പിന്നെ ആപ്ലിക്കൻറ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ മദറാണല്ലോ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ മദർ എന്ന് കൊടുത്തിട്ട് പിന്നെ മദറിൻ്റെ ഡീറ്റെയിൽസ്, ടൈറ്റിൽ, ഗിവൺ നെയിം, സർനെയിം, ദെൻ ഇമെയിൽ ID, ദെൻ ഫോൺ നമ്പർ, പിന്നെ അതിനുശേഷം നമ്മുടെ അഡ്രസ്സ് എന്നിവ കൊടുത്തിട്ട് നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഇപ്പോൾ ഹെൽത്ത് സർചാർജ് എന്തെങ്കിലും പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മളോട് പറയും. അപ്പോൾ എനിക്കൊന്നും പേ ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ ആപ്ലിക്കേഷൻ പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ പേയ്മെൻറ്റിലേക്ക് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്സ് പേയ്മെൻ്റാണ്. അതിൽ ഇതെല്ലാം വായിച്ച് നോക്കിയിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷൻ എമൗണ്ട് പേ ചെയ്യണം. 200 and something pounds ആണ് ആപ്ലിക്കേഷനായിട്ട് വരുന്നത്. അപ്പോൾ അത് പേ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അവർ നിങ്ങളുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആണെന്നും പറഞ്ഞ് വരും. അതിനുശേഷം അവർ നമുക്ക് എന്തൊക്കെ എവിഡൻസ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് അയച്ചു തരും. അപ്പോൾ നമ്മൾ ആ ഒരു എവിഡൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ടോട്ടലി സബ്മിറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ.
പിന്നെ സ്റ്റാൻഡേർഡ് സർവീസാണ് ഞാൻ എടുത്തത്. അപ്പം 284 പൗണ്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത് എവിഡൻസ് എങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നമ്മളെ അവർ ഇൻസ്ട്രക്റ്റ് ചെയ്യും എന്തൊക്കെ എവിഡൻസ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്ലോഡ് ചെയ്യേണ്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് പീപ്പിൾ അപ്ലൈയിങ് വിത്ത് യുവർ എവിഡൻസ് യുവർ ബർത്ത് സർട്ടിഫിക്കറ്റ് അൺലെസ് പ്രൊവൈഡഡ് ഇൻ പ്രീവിയസ് സക്സസ്ഫുൾ ആപ്ലിക്കേഷൻ ആസ് എ PBS ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ നമ്മൾ പ്രീവിയസ്ലി ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ, ഇത് എക്സ്റ്റൻഷൻ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അപ്ലോഡ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ലിവിങ് അറേഞ്ച്മെൻറ്റ്സ് എവിഡൻസ് എന്ന് പറഞ്ഞിട്ട് യുവർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് യു ഹാവ് ബീൻ സപ്പോർട്ടഡ് ബൈ യുവർ പാരൻസ് ഫോർ ദ പാസ്റ്റ് 3 months. അപ്പം നമ്മളിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സ്കൂൾ ഫീസോ അങ്ങനത്തെയൊക്കെ അടയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ അത് ഉണ്ടാവുമല്ലോ, അതാണെങ്കിലും സബ്മിറ്റ് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പാരൻസിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്, അതായത് അവർക്ക് വേണ്ടി നമ്മുടെ ആവശ്യത്തിന് എന്താ പറയുക, അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ക്യാഷ് നമ്മുടെ കയ്യിലുണ്ടെന്ന് കാണിക്കുന്ന ഒരു പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്താൽ മതി. എന്നിട്ട് അതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം ഫയൽസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫയൽസ് ആഡഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിക്കും. അതിനുശേഷം അങ്ങനെ കാണിച്ചു കഴിയുമ്പോൾ മാത്രം നമ്മൾ കൺഫേം ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക, അതായത് സബ്മിറ്റ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ എവിഡൻസ് അപ്ലോഡർ എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പം നമ്മളോട് പറയും, അവർ റിവ്യൂ ചെയ്തിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുമെന്ന് പറയും. അപ്പം ഇത്രയാണ് വിസ എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ള പ്രൊസീജിയർ. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.